ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. ഇതിൻ്റെ പ്രോസസ്സ് 3 സ്റ്റെപ്പായിട്ടാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ വരഞ്ഞ് ഇവിടെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഈ മസാല ചേർത്ത് ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ ചിക്കൻ്റെ സ്കിന്ന് ഞാൻ റിമൂവ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ മൂടി അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതിവിടെ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സിങ്ങിലേക്ക് പോകാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ ബേസിൽ, സേജ്, പാഴ്സ്ലി, ഒറിഗാനോ, ഇത് ഇത്രയും ഓരോ ടീസ്പൂൺ ചേർക്കും. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1.5 ടീസ്പൂൺ ഓണിയൻ പൗഡർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ, കോൺഫ്ലോർ, ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, ബേസിൽ, സേജ്, പാഴ്സ്ലി, ഒറിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. നമ്മൾ മാരിനേറ്റ് ഫസ്റ്റ് ചെയ്തപ്പോഴേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ പീസസ് ഓരോന്നെടുത്ത് ഈ മാവിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഇരിക്കുന്ന ബാക്കി മാവ് നമ്മൾ അടുത്ത കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. ഇത് മാറ്റി വെക്കാം. ഈ കോട്ടിങ് ചെയ്ത ചിക്കൻ ഇനി ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. വീണ്ടും ഇത് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ടി ഞാൻ 2 മുട്ടയും 1/4 കപ്പ് പാലും 1 ടീസ്പൂൺ ഓണിയൻ പൗഡറും 2 ടീസ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഈ മുട്ടയും ഈ പൊടികളും മിൽക്കും ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ കോട്ട് ചെയ്യാൻ ഉപയോഗിച്ച മാവിൻ്റെ ബാക്കിയാണ്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ പീസസ് എടുത്തിട്ട് ഈ പാലും മുട്ടയും ആയിട്ടുള്ള മിക്സിങ്ങിലേക്ക് മുക്കിയെടുക്കാം. നല്ലതുപോലെ മുക്കിയെടുത്ത ശേഷം വീണ്ടും ഈ മാവിൻ്റെ കൂട്ടിലേക്ക് ഇടാം. നല്ലതുപോലെ ഇത് ഈ മാവ് വീണ്ടും കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ എല്ലാം ഇവിടെ ഞാൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം.
നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സ്പൈസി ബ്രോസ്റ്റഡ് ഇവിടെ തയ്യാറായി. ഇത് കെച്ചപ്പും മയണൈസും കൂട്ടിയിട്ട് ചൂടോടെ തന്നെ കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.